Welcome to the YouTube channel of Farooq HSS, Farooq College. I am Femnas, Department of Computer Science. Today we are dealing with the first chapter of Commerce Computer Application. That is Review of C++ Programming. നമുക്കറിയാം നമ്മൾ ഒന്നാം വർഷത്തിൽ C++ന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചതാണ്. C++ന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് ആണ് നമ്മൾ രണ്ടാം വർഷത്തിൽ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇത് ആക്ച്വലി ഒരു റിവ്യൂ ആണ്. നമ്മൾ ഒന്നാം വർഷം പഠിച്ച കാര്യങ്ങൾ ഒന്ന് പൊടി തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഒരു ഡ്രൈ സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് സ്കിൽ എന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ്. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്നുള്ളത്. ആ ഫാമിലിയിൽ മറ്റു ലാംഗ്വേജുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും C എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഇത് കഴിഞ്ഞ് C# എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. റിലേറ്റഡ് ആണ്, പല കാര്യങ്ങളിലും സാമ്യതകളുണ്ട്. എന്തിനാണ് നമ്മൾ C++ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന മിക്ക ഡിവൈസുകളും സ്മാർട്ട് ഡിവൈസുകളാണ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത ഡിവൈസുകളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പിന്നിലൊക്കെ ഇതുപോലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിച്ച് ആ ഒരു പ്രൊസസറിനെ അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ആ ഒരു ഭാഗത്തിനെ പ്രീ പ്രോഗ്രാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ CPP പോലുള്ള ലാംഗ്വേജുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് പരിചയമുള്ളതുണ്ട്. വളരെ പ്രസിദ്ധമായ സോഫ്റ്റ്വെയർസ് അഡോബ് ഫോട്ടോഷോപ്പ് വളരെ ഫേമസ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോട്ടോ എഡിറ്റിംഗിനും അതേപോലെ അഡോബ് പ്രീമിയർ പ്രോ പോലുള്ള സോഫ്റ്റ്വെയർസ്, വീഡിയോ എഡിറ്റിംഗ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് C++ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. കൂടാതെ നിങ്ങൾക്ക് പരിചയമുള്ള ഫയർഫോക്സ് എന്താണ്? ഒരു ബ്രൗസറാണ് ഫയർഫോക്സ് എന്ന് പറയുന്നത്. നെറ്റ് ബ്രൗസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബ്രൗസറാണ്. ഗൂഗിളിന്റെ കുറെ പ്രൊഡക്ട്സ്. ഇതുപോലെ ഫേമസ് ആയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഓട്ടോഡെസ്ക് മായ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്നതും അതിന്റെ പിന്നില് അതിന്റെ ചാലകശക്തിയായി നിൽക്കുന്നത് C++ പ്രോഗ്രാമാണ്. കൂടാതെ മൊസില്ല ഫയർഫോക്സ്, തണ്ടർബേർഡ്, MySQL സോഫ്റ്റ്വെയർ. MySQL നിങ്ങൾ പഠിക്കാനുള്ളതാണ്, ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് CPP ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. കൂടാതെ വിൻഡോസിലുള്ള വിനാമ്പ് പ്ലെയർ, പല പ്ലെയേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ ഉണ്ട്. മീഡിയ ഫയൽസ് പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി സോഫ്റ്റ്വെയർ പാർട്ടാണ്. ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫയൽസ് ആണ് വരുന്നത് അതിനനുസരിച്ച് പ്ലേ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള പ്ലെയേഴ്സ്. ഈ പ്ലെയേഴ്സ് അതിലെ വിനാമ്പ് പ്ലെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ പറഞ്ഞ CPP ഉപയോഗിച്ചിട്ടാണ്. ഇതുപോലെ ഇത് മാത്രമല്ല, ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വിൻഡോസിന്റെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വിൻഡോസ് 95, അതേപോലെ വിൻഡോസ് XP, വിൻഡോസ് 98, വിൻഡോസ് മില്ലേനിയം പോലുള്ള കുറെ സോഫ്റ്റ്വെയർസ്, കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്തത് C++ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോ മാർക്കറ്റിലുള്ള ആപ്പിളിന്റെ iPhone 10 അതിന്റെ OSന്റെ പിന്നിലും CPP ലാംഗ്വേജ് ഉണ്ട്. ആപ്പിൾ OSന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതിന്റെ മുമ്പ് കുറെ കാലം മുമ്പ് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റംസ് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നോക്കിയ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഉപയോഗിച്ചിരുന്നത് സിംബിയൻ എന്ന് പറയുന്ന OS ഉണ്ട്. ഇതൊക്കെ ഡിസൈൻ ചെയ്തത് C++ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. പറഞ്ഞു വന്നത് CPP എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സംഭവമല്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതിന്റെ പിന്നിലും C++ ലാംഗ്വേജ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവാനാണ് ഞാനത് പറഞ്ഞത്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഴയ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. പണ്ട്
ഒന്നാം വർഷത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് പൊടി തട്ടിയെടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു ചെറിയ ഒരു ഓവർവ്യൂ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ക്യാരക്ടർ സെറ്റ് ആണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജിനും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ്, ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ആൽഫബറ്റ്സ് ഉണ്ട്, മലയാളത്തിൽ അക്ഷരമാലകളുണ്ട്. അങ്ങനെ ഓരോ ലാംഗ്വേജിനും അതിൽ യൂസ് ചെയ്യാവുന്ന ടൈപ്പ് സിംബൽസ് ഉണ്ട്. എന്നതുപോലെ C++ ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാൻ അനുവദിക്കപ്പെട്ട ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ക്യാരക്ടർ സെറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചുള്ളത്. നിങ്ങൾക്കറിയാം, ഹൈ ലെവൽ ലാംഗ്വേജുകൾ ഏറെക്കുറെ ഹ്യൂമൻ ലാംഗ്വേജിനോട് സാമ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ A to Z ആൻഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് A to Z, ദെൻ നമ്പേഴ്സ് 0 to 9 വരുന്ന എല്ലാ കോമ്പിനേഷൻസും, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് ഇതിൽ അലൗഡ് ആണ്. അടുത്തായിട്ട് പറയാനുള്ളത് C++ലെ ടോക്കൺസ് എന്ന് പറയുന്ന ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് CPP. CPPയിലെ ബേസിക് ബ്ലോക്സിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് മൊത്തത്തിൽ പറയുന്നത്. ടോക്കൺസ് പല തരത്തിലുണ്ട്. അത് ഓർത്ത് വെക്കാൻ എളുപ്പത്തിൽ നമുക്ക് പറയാം. ടോക്കൺസ് കിൽപോ എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. കിൽപോ കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. 5 എണ്ണം ടോക്കൺസ്. 5 എണ്ണമാണ്. കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഒന്നാമത്തത് കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറി, നമ്മൾ ഇംഗ്ലീഷിലെ ഡിക്ഷണറി തുറന്നു നോക്കിയാൽ ഇഷ്ടം പോലെ വേർഡ്സ് കാണാൻ പറ്റും നമുക്ക്. എന്നതുപോലെ നമ്മുടെ CPPയിൽ നമുക്ക് ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് യൂസ് ചെയ്തതാണ്. ഇൻഡ്, ഫ്ലോട്ട്, ഫോർ, ഇഫ്, വെൻ, ഡു, കുറെ എണ്ണം ഉണ്ട്. ദെൻ ഇതുപോലുള്ള ഒരുപാട് വേർഡ്സ് റെസ്ട്രിക്റ്റഡ് വേർഡ്സ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള മീനിങ്സ് കമ്പൈലറിന് അറിയാൻ പറ്റും. കമ്പൈലർ എന്താന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്, മറന്നു പോരുത്. കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കാൻ പറ്റണം. അപ്പൊ അതാണ് കീവേഡ്സ്. ദെൻ ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം വേരിയബിൾസ്. വേരിയബിൾ ഒരു ഐഡന്റിഫയർ ആണ്. ഇതുപോലെ ഫംഗ്ഷൻ നെയിംസ് ഐഡന്റിഫയർ ആണ്. ഒരു മെമ്മറി ലൊക്കേഷനെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന certain വേർഡ്സ് ആവാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആവാം. ഇതാണ് സാധാരണ ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇൻഡ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ A എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്, അതായത് ഒരു വേരിയബിൾ ആണ്. അതൊരു മെമ്മറി ലൊക്കേഷനെ, ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനെ അത് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിലെ കണ്ടന്റ് വേരി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേരിയബിൾ എന്നുള്ള പേര് പറഞ്ഞത്. ഇൻഡ് A എന്നുള്ളതില് ഒരുപക്ഷെ ആദ്യത്തെ പ്രാവശ്യം 10 എന്നുള്ള നമ്പർ സ്റ്റോർ ചെയ്താൽ നമുക്ക് അതിന് ഇൻക്രിമെന്റ് ചെയ്താൽ 10 + 1 11 12 അല്ലെങ്കിൽ വേറൊരു നമ്പർ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ അതാ വേരിയബിള് ലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം, വേരി ചെയ്യാം. സോ ഇറ്റ് ഈസ് കാൾഡ് വേരിയബിൾ. ഈ വേരിയബിൾസിനെ കൂടിയിട്ടുള്ളതിനെയാണ് നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിറ്ററൽസ്. ലിറ്ററൽസ് കോൺസ്റ്റന്റ്സ് ഓർത്ത് വെച്ചാൽ മതി. കോൺസ്റ്റന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായ സ്വഭാവമുള്ളതാണ്. കോൺസ്റ്റന്റ്സ് എപ്പോഴും കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അത് ക്യാരക്ടർ കോൺസ്റ്റന്റ്സ് ഉണ്ട്, അതേപോലെ നമ്പർ കോൺസ്റ്റന്റ്സ് ഉണ്ട്. നമ്പർ കോൺസ്റ്റന്റ്സും ക്യാരക്ടർ കോൺസ്റ്റന്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് CPPയിൽ. അതിന്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്, ഇൻഡിജർ നമ്പേഴ്സ് ഉണ്ട് നമ്പേഴ്സിന്റെ കേസിൽ വരുന്ന സമയത്ത്. അടുത്തത് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പോയം തന്നിട്ട് നമ്മൾ അതിനെ പങ്ക്ച്വേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സെന്റൻസ് തന്നിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ലൈക്ക് കോമ, ഫുൾ സ്റ്റോപ്പ്, ഡബിൾ കൊട്ടേഷൻ, സിംഗിൾ കൊട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്ന് അങ്ങനെ ലാംഗ്വേജിൽ പഠിച്ചിരുന്നത്. എന്നാൽ ഇവിടെ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള സംഭവം തന്നെയാണ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുന്ന പങ്ക്ച്വേഷനിൽ സെമിക്കോളൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. CPP പോലുള്ള ലാംഗ്വേജുകളിലെല്ലാം ഓരോ ലൈനിന്റെ എൻഡിലും നമ്മളൊരു സെമിക്കോളൻ യൂസ് ചെയ്യാറുണ്ട്. എക്സെപ്ഷൻ കേസുകളുണ്ട്, ചില കേസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ഓപ്പണിംഗ് ബ്രേസ്, ക്ലോസിംഗ് ബ്രേസ്. ഇതല്ലാത്ത പാരാന്തസിസ്,
ഇങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പങ്ക്ച്വേഷൻസ് എന്ന CPP പറയുന്നത്. ലാസ്റ്റ് വൺ, ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടർ അല്ലെങ്കിൽ സ്പെഷ്യൽ സിംബൽസ് ആണ്. ആ സിംബൽസ് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ട്രിഗർ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഓപ്പറേഷന് അത് കാരണമായി മാറുന്നു. ആ ഒരു സിംബൽ ഉപയോഗിച്ച് നമ്മൾ പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് നടത്താൻ പറ്റും. അങ്ങനെയുള്ള സിംബൽസിന് മൊത്തം പറയുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റർ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. 3 മെയിൻ കാറ്റഗറീസ്. ഇത് കൂടാതെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്, സൈസ് ഓഫ് ഓപ്പറേറ്റർ, അങ്ങനെ കുറെ ഓപ്പറേറ്റേഴ്സ് ഇത് കൂടാതെ വേറെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഇതുവരെ പഠിച്ചു വന്ന മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലുള്ള ഓപ്പറേറ്റേഴ്സ്. അതിന് യൂസ് ചെയ്യുന്ന സിംബൽസ് പ്ലസ്, മൈനസ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർ അല്ലെങ്കിൽ ആസ്റ്ററിസ് എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഡിവിഷന് നമ്മൾ സ്ലാഷ് ഉപയോഗിക്കുന്നു. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഓപ്പറേറ്റർ അധികം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് മോഡുലസ് ഓപ്പറേറ്റർ. യൂസ് ചെയ്യുന്നത് പെർസെന്റേജ് സിമ്പിൾ ആണ്. മോഡുലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, അത് റിസൾട്ട് തരുന്നത് റിമൈൻഡർ ആണ്. റിസൾട്ട് നമ്മളൊരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണോ റിമൈൻഡർ വരുന്നത് അതാണ് അതിന്റെ റിസൾട്ട്. ഫോർ എക്സാമ്പിൾ 5 മോഡുലസ് 2. കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് 5 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ 5 നമുക്ക് 2 ടൈംസ് പോവും, റിമൈൻഡർ 1 വരും. അപ്പൊ 5 mod 2 ഈക്വൽ ടു 1 ആണ് ആൻസർ. ഈ രീതിയിലാണ് മോഡുലസ് കാണുന്നത്. ഇത് കൂടാതെ അടുത്ത ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്റർ 2 കാര്യങ്ങൾ തമ്മിൽ റിലേറ്റ് ചെയ്ത് പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത്രയാണ് പ്രധാനപ്പെട്ട റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എപ്പോഴും 0 or 1 അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. റിലേഷണൽ ഓപ്പറേറ്ററിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ്. റിലേഷണൽ ഓപ്പറേറ്ററിൽ ഈക്വൽ ടു ഉപയോഗിക്കുന്നത് ഡബിൾ ഈക്വൽ ടു സിമ്പിൾ ആണ്. നോർമൽ കേസിൽ മാത്തമാറ്റിക്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന രീതി വെച്ചിട്ട് ഒരു നമ്പർ വേറെ നമ്പറിന് ഈക്വൽ ആണ് എന്ന് കാണിക്കാൻ നമ്മൾ സിംഗിൾ ഈക്വൽ ടു യൂസ് ചെയ്തിരുന്നു. ഇവിടെ CPP ഈക്വൽ ടു എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഡബിൾ ഈക്വൽ ടു കാണിച്ചിട്ടാണ്. അത് ഓർത്തു വെക്കണം പ്രത്യേകം. Then next we move to logical operators. There are mainly 3 types of logical operators are used. First one, and, logical and, then logical or and logical not. കൃത്യമായിട്ട് ട്രൂത്ത് ടേബിൾസ് നമ്മൾ പഠിച്ചതാണ്. ട്രൂ ഫാൾസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കണ്ടീഷൻസ് അതിൽ കൊടുക്കുന്നു. അതിനെ കൃത്യമായിട്ട് ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോട്ട് ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്ററിന് ശേഷം നമ്മൾ പഠിച്ചുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻപുട്ടിന് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് Cin, അതേപോലെ ഔട്ട്പുട്ടിന് Cout. Cന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ഗ്രേറ്റർ ദാൻ സിമ്പിൾസ്. 2 സിമ്പിൾ ഒരുമിച്ച് എഴുതാൻ വെക്കാറുണ്ട്, എളുപ്പത്തിന് അങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. സിമിലർലി 2 ലെസ് ദാൻ സിമ്പിൾസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയി. ഇത് കൂടാതെ പലപ്പോഴും പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ഓർ ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. 2 പ്ലസ് ഒരുമിച്ച്, പ്ലസ് പ്ലസ്, അതേപോലെ മൈനസ് മൈനസ്. അത് തന്നെ 2 തരത്തിലുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കാൻ വേണ്ടി ഞാൻ പറയാണ്. പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെന്റ്, പ്രീ ഡിക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഡിക്രിമെന്റ്. അത് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ 1ാം വർഷം ചോദിക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ് വി മൂവ് ടു ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. ഇന്റ്, char, float, double, void. These all are the fundamental data types. ഇന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്റിജർ ടൈപ്പ്, ഹോൾ നമ്പേഴ്സിനെ റെഫറൻസ് ചെയ്യാനാണ് നമ്മൾ ഇന്റ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ പാർട്ട് ഡിഫൈൻ ചെയ്യാനാണ്. char എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. വോയിഡ് നമ്മൾ നൾ വാല്യൂ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് വോയിഡ് ഉപയോഗിക്കുന്നത്. വോയിഡ് ഡാറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിന് മെമ്മറി സ്പേസ് എടുക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കാം. ബാക്കിയുള്ള എല്ലാത്തിനും ഇന്റ്, ക്യാർ, ഫ്ലോട്ട് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ കമ്പൈലറും ഒരേ രീതിയിലല്ല മെമ്മറി അലോക്കേഷൻ നടത്തുന്നത്. ടൈപ്പ് മോഡിഫയേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ ടൈപ്പുകൾ, ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പൊ ആ ഡാറ്റ ടൈപ്പിന് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യപ്പെടുന്ന മെമ്മറി സ്പേസും സൈസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ ഷോർട്ട് ഇന്റ് എന്ന് പറയുമ്പോൾ ഇന്റ് എത്രയാണോ സാധാരണ രീതിയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സ്പേസ് അതിനേക്കാളും കുറഞ്ഞ അല്ലെങ്കിൽ അതിന്റെ നേർപകുതി മാത്രമേ ഷോർട്ട് ഇന്റ് എടുക്കുന്നുള്ളൂ. ഈ രൂപത്തില് അതിന്റെ സൈസിനെയും സൈന്യം ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡിഫയേഴ്സിനെ നമ്മൾ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. റിവ്യൂ ഓഫ് CPP യുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു.